ആത്മകഥ എഴുതാനോ പറയാനോ പറ്റിയ സമയമാണോ ഷഷ്ടിപൂർത്തി എന്നെനിക്കറിയില്ല. 60 വർഷങ്ങൾക്കിപ്പുറം പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മകളും അതിനേക്കാൾ തീവ്രമായ അനുഭവങ്ങളും ജ്വലിച്ചു നിൽക്കുന്നു. പ്രമുഖ എഴുത്തുകാരും രാഷ്ട്രീയക്കാരുമൊക്കെ ആത്മകഥ എഴുതുമ്പോൾ വിവാദങ്ങളും അപവാദങ്ങളും വാർത്തയാകുന്ന കാലമാണിത്. എന്നെപ്പോലെ മറ്റൊരു സ്കൂൾ കഥ പറഞ്ഞിട്ടുണ്ടോന്നും അറിയില്ലാട്ടോ. പകർത്താൻ മാതൃകകൾ ഇല്ലെങ്കിലും പറഞ്ഞു പോകുന്ന ഓരോ വാക്കും ചരിത്രത്തെ തൊടാനും അറിയാനുമുള്ള ശ്രമമാണിത്. ഇതുവരെ പഠിച്ചിറങ്ങിയ 30,000-ഓളം വരുന്ന കുട്ടികളെയും പഠിപ്പിച്ചുപോയ 600-ഓളം അധ്യാപകരുടെയും സ്മൃതികൾ സാഗരം പോലെ ആഴവും പരപ്പുമുള്ളതാണ്. ദാരിദ്ര്യത്തിൻ്റെയും വറുതിയുടെയും നാളുകളിൽ കൂടെ നിന്ന് എനിക്ക് ആത്മവിശ്വാസം തന്ന എല്ലാ ദീപങ്ങൾക്ക് മുന്നിലും നന്ദിയോടെ ഞാൻ നമിക്കട്ടെ. ഇനി ഞാൻ എൻ്റെ കഥയിലേക്ക് കടക്കാം. നമുക്ക് പോവാം 1957 പാലക്കാട് ജില്ലയുടെ വടക്ക് പടിഞ്ഞാറേ അറ്റത്ത് തൂതപ്പുഴയുടെ തീരത്താണ് എൻ്റെ ഗ്രാമം. മലയാളത്തിൻ്റെ ആദ്യകാല എഴുത്തുകാരായ ചെറുളി കുഞ്ഞുണ്ണി നമ്പീശൻ, KS എഴുത്തച്ഛൻ, കോവുണ്ണി നടുങ്ങാടി, മാന്ത്രിക മുത്തച്ഛൻ, വാഴക്കുന്നം ഇവരൊക്കെ എൻ്റെ നാട്ടുകാരാണ്. അല്ല, ഞാൻ അവരുടെ നാട്ടുകാരിയാണ്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ നമ്മുടെ ഐതിഹ്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള നാറാണത്തിൻ്റെ അയൽക്കാരിയാണ് ഞാൻ. ഭ്രാന്തൻ മലയുടെ മുകളിൽ നിന്ന് വടക്കോട്ട് ആഞ്ഞൊരു കല്ലുരുട്ടി വിട്ടാൽ അത് എൻ്റെ മടിത്തട്ടിലാ ആദ്യം വന്ന് വീഴുക. ധ്യാനത്തിലിരിക്കുന്ന ശിവപ്രതിഷ്ഠയുള്ള നിലയങ്ങോട് അമ്പലത്തിൻ്റെ അടുത്താണ് നല്ലേടത്തുമന. എന്തിനാപ്പം മനയെപ്പറ്റി പറയണേ എന്നാണെങ്കിൽ അവിടെയാണ് എൻ്റെ തുടക്കം. ഈ മനയിലുള്ളവരാണ് എന്നെപ്പറ്റി ആദ്യം ആലോചിക്കാൻ തുടങ്ങിയത്. അന്ന് 1955 നാട്ടിലൊരു ഹൈസ്കൂൾ ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു എൻ്റെ ചുറ്റുവട്ടത്ത്. അന്നൊക്കെ ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ തിരുവേഗപ്പുറ കടവിന്ന് രാവിലെ പോണ മയിൽ വാഹനത്തിൽ പോണം. കരിയും കത്തി ആവി വന്ന് ബസ് കൊട്ടിയും പാടിയും പട്ടാമ്പി എത്തുമ്പോഴേക്കും ഒരു നേരമാവും. എന്നാ ഇനി വടക്കോട്ട് പോകാന്ന് വെച്ചാലോ തൂത കടക്കണം. അതിന് തോണി വേണം. തോണി മാത്രം പോരല്ലോ, കടത്തുകൂലിയും. അങ്ങനെ ഹൈസ്കൂൾ പഠിക്കാൻ ഒരു വഴിയില്ലാണ്ടായപ്പോഴാണ് എന്നെക്കുറിച്ച് നാട്ടുകാരുടെയും ആലോചന മുറുകിയത്. രായിരനെല്ലൂർ മലയുടെ നേരെ ചോട്ടിലുള്ള UP സ്കൂളിൽ നാട്ടാരെല്ലാം ഒത്തുകൂടി 1956 നവംബർ 21 അന്ന് നമ്മുടെ ഐക്യ കേരളം പിറന്നിട്ട് 20 ദിവസേ ആയിട്ടുള്ളൂ. VM വാസുദേവൻ നമ്പൂതിരി ആയിരുന്നു അധ്യക്ഷൻ. അന്ന് ഇവിടുത്തെ ഒരു പ്രമാണിയായിരുന്ന KP കരുണാകര മേനോൻ സ്കൂൾ തുടങ്ങാനുള്ള സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. നാട്ടുകാർക്കൊക്കെ സന്തോഷായി, എനിക്കും. പിറക്കണേന്റെ മുമ്പേ അപ്പുമേനോൻ എന്ന് നാട്ടുകാർ വിളിക്കണ KP കരുണാകര മേനോൻ എനിക്കൊരു പേരുമിട്ടു, ജനത. ആ പേരിൽ തന്നെ ഉണ്ടാക്കിയ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആയിരുന്നു എൻ്റെ രക്ഷിതാവ്. കല്ലാനിക്കാട്ട് മഹേശ്വരദത്തൻ നമ്പൂതിരി പ്രസിഡന്റ്, VP കുഞ്ഞുമൊയ്തീൻ വൈസ് പ്രസിഡന്റ്, PP നമ്പീശൻ സെക്രട്ടറി, KM നാരായണൻ നമ്പൂതിരി ഖജാൻജി, NM ചിത്രൻ നമ്പൂതിരി, PM പരമേശ്വരൻ നമ്പൂതിരി, KP കരുണാകര മേനോൻ എന്നിവർ സൊസൈറ്റിയിലെ അംഗങ്ങളായിരുന്നു. ജനത എന്ന വാക്കിന് ജനങ്ങളുടേത് എന്നാണ് അർത്ഥം. മനുഷ്യന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള മികച്ചതിനെ പുറത്തു കൊണ്ടുവരാനാണ് വിദ്യാഭ്യാസം എന്ന ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു നാടിൻ്റെ സംസ്കാരവും നാട്ടാരുടെ സാമൂഹ്യബോധമൊക്കെ വളർത്തിയെടുക്കാനുള്ള കളരിയായ എനിക്ക് ഏറ്റവും യോജിച്ച പേര്
ജനതാന്ന് തന്നെയല്ലേ? ആദ്യത്തെ 6 മാസക്കാലം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ശൂന്യതയിൽ നിന്ന് ഒരു സ്കൂൾ ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമൊന്നുമല്ലല്ലോ. കാശൊക്കെ സൊസൈറ്റി അംഗങ്ങളിൽ നിന്ന് പിരിച്ച് കൈപ്പുറമങ്ങാടിയുടെ അടുത്ത് ഇപ്പൊ പാർക്കണേന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എല്ലാവരും കൂടി ഒരു കരിമ്പനയോലയുടെ കൊട്ടില് കെട്ടി 2 ക്ലാസ് തുടങ്ങി. കൊട്ടും മേളവും ഒന്നും ഉണ്ടായില്ല. നാടൻ മുറിക്കലും വിളക്കുകൊളുത്തലും ഒന്നുമില്ലാതെ ചന്ദ്രമണിയും ഭാനുപതിയും കൂടെ ഒരു പ്രാർത്ഥന ചൊല്ലി അങ്ങ് തുടങ്ങി. അതാ ചന്ദ്രമണിയല്ലേ അത്? വലിയ പ്രൊഫസറായാലും അവൾ എൻ്റെ കുട്ടിയല്ലേ. എന്താ ചന്ദ്രമണി, അങ്ങനെ അല്ലാന്നുണ്ടോ നിനക്ക്? സ്നേഹസ്വരൂപദേവ ജയ ജയ മോഹദ ലോകനാഥ, ചേവടികൾ തൊഴുന്നേൻ നിത്യമെങ്ങൾ വ്യാകുലം തീർന്നിടുവാൻ. ബാലരം ഞങ്ങളെന്നും ചപലമം വേലകൾ ചെയ്തിടിലും ആശ്രയമായ നീ പാവങ്ങൾക്കോ രാശ്രയമായിടേണേ. പ്രാർത്ഥന കേട്ടില്ലേ? അവൾക്ക് പ്രാർത്ഥന തൊട്ടല്ലേ അറിയൂ. എന്റെ പിറവിക്ക് മുമ്പുള്ള കുറച്ചു കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ഈ കഥ എങ്ങനെയാ മുഴുവനാവുക? പിറന്നു വീണ മനുഷ്യക്കുഞ്ഞിനെ പോലെയായിരുന്നു ഞാനും. കഷ്ടപ്പാടവും ദാരിദ്ര്യവും ഒക്കെ ആയിരുന്നു എൻ്റെ ചങ്ങായിമാര്. എൻ്റെ അടുത്തു വന്നോരോ എൻ്റെ ബുദ്ധിമുട്ടുകൾ മറന്ന് ആത്മാർത്ഥമായി കൂടെ നിന്നു. പി മാധവൻ നമ്പൂതിരി മാഷായിരുന്നു ആദ്യത്തെ എച്ച്. HK പിഷാരടിയും കവി ചെറുളി കുഞ്ഞുണ്ണി നമ്പീശന്റെ മകൻ വാസുദേവനും പിന്നെ KP ചിന്നമേനോനും ചേർന്നു. ടീച്ചർമാർക്കുള്ള ഹാജര് പുസ്തകത്തിലെ ആദ്യം പേരെഴുതിയത് ശാരടി മാഷായിരുന്നു. 75 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡും കിട്ടിയിട്ടുണ്ട്. ചിന്നമേനോൻ മാഷ് ഹിന്ദി പണ്ഡിറ്റായിട്ടാണ് ഇവിടെ വന്നത്. കുറച്ചു കൊല്ലം കഴിഞ്ഞപ്പോ കോളേജ് വാദ്യാരുടെ ജോലി കിട്ടിയപ്പോഴാ ഇവിടുന്ന് പോയത്. മേനോന് ജോലിക്ക് നിയമനം കിട്ടിയതൊക്കെ നല്ല ഓർമ്മയാ. വാസുദേവൻ നമ്പീശനും ഞാനും വളാഞ്ചേരി വൈക്കത്തൂർ UP സ്കൂളിലെ സഹപ്രവർത്തകരായിരുന്നു. അപ്പോൾ അന്നേ എന്നോട് പറയാറുണ്ട്, ഇവിടെ ഒരു ചാൻസ് വരും, അടുത്ത കൊല്ലം തുടങ്ങും, അപ്പോൾ നമുക്ക് നമ്പൂരിപ്പാട്ടിനെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ 2 ആളും കൂടി അങ്ങോട്ട് പോയി കല്ലാനിക്കാട്ട് പറഞ്ഞ. അവിടെ പോയിട്ട് അദ്ദേഹം പറഞ്ഞു, അതിപ്പോൾ എന്താ വാസു ഉണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞു. ആര്? വാസുദേവൻ നമ്പീശനെ പറ്റിയിട്ട്. നിങ്ങൾ 2 ആളും കൂടി അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ പിറ്റേ ദിവസം സ്കൂൾ തുടങ്ങുകയാണ്. ഞങ്ങൾ 2 പേരും കൂടി ചെന്നു. അപ്പോഴേക്ക് ആരോടി വന്നിട്ടുണ്ട് അവിടെ. പിന്നെ ഞാൻ, വാസുദേവൻ നമ്പീശൻ, മാധവൻ നമ്പൂതിരി, ഞങ്ങൾ 4-5 ആളുകളുടെ കൂടി ഇങ്ങനെ വട്ടത്തിലിരിക്കുക. അപ്പോഴേക്കും അവിടെ 1-2 ആളുകളെ ചേർക്കാൻ കൊണ്ടുവന്നു. അതിലാണ് ഈ ആദ്യത്തെ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ, നാളിനി, പുലാശ്ശേരിയാണ് അവളുടെ വീട്. കെട്ടിടം പണിയാനായി സൊസൈറ്റിക്കാർ നടുവട്ടത്തൂടെ പരക്കം പാഞ്ഞ കാലം. പണി തീരാത്ത സ്കൂളിലേക്ക് കുട്ടികളെ ചേർത്തത് നമ്മുടെ നമ്പീശിന്റെ PDA മുറിയിലാ. ആ PDA ഇപ്പോഴും ഉണ്ട് അവിടെ, ആ രായിരനെല്ലൂർ UP സ്കൂളിനോട് ചേർന്ന്. മാഷന്മാരെവിടുന്നോ 2 ബെഞ്ചും ഡെസ്കും ഒക്കെ ഒപ്പിച്ചു. അതിലിരുന്നാണ് അഡ്മിഷനൊക്കെ നടത്തിയത്. അന്നത്തെ 7ാം ക്ലാസ്സിനെ ESLC എന്നാ പറയുക. അക്കൊല്ലം അത് പാസ്സായവരും കൊല്ലങ്ങൾക്ക് മുമ്പ് പാസ്സായവരും എല്ലാരെയും മാഷന്മാർ ചേർത്തു. പല പ്രായക്കാർ, ചേച്ചിയും അനിയത്തി വരെ ഒരുമിച്ച് പഠിച്ചേർന്നുത്രേ. ഇവിടെ സ്കൂൾ തുടങ്ങിയപ്പോ പട്ടാമ്പി സ്കൂളിൽ നിന്ന് TC വാങ്ങി വന്നു ചേർന്ന ഗോപിനാഥൻ, അവനായിരുന്നു ആദ്യത്തെ സ്കൂൾ ലീഡർ. അന്ന് ക്ലാസ്സിൽ പിന്നെ ബോയ്സും ഗേൾസും കൂടി ആകെ ഞങ്ങളും 32 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത് ഒരു സ്കൂൾ ലീഡർ എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുത്തത് ഗോപിനാഥൻ പട്ടാമ്പി സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ് 3rd ഫോം കഴിഞ്ഞിട്ട് 4th ഫോമിൽ ഈ നടുവട്ട സ്കൂളിൽ വന്ന് ചേർന്ന ആളാണ് ഗോപിനാഥൻ. കുറച്ചൊരു അല്പം അന്നത്തെ കാലത്ത് സ്റ്റുഡൻറ് പൊളിറ്റിക്സ് ഒന്നും അത്ര മുമ്പിലേക്ക് എത്തിയിട്ടില്ല. ആ കാലത്ത് ഗോപിനാഥൻ അല്പം ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ ഗോപിനാഥനാണ് അന്ന് ഇലക്ഷന് മത്സരിച്ച ഒരാൾ. പിന്നെ ഒരു VP സെയ്ദ് മുഹമ്മദ് ഉണ്ടായിരുന്നു, വലിയ പാലത്തിങ്കിൽ, അയാളും ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു. അവർ 2 പേരുമാണ് ആദ്യത്തെ യൂണിയൻ ലീഡർ ആവാൻ വേണ്ടി മത്സരിച്ച 2 പേരിൽ. അതിൽ ഗോപിനാഥനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ അതാണ് ആദ്യത്തെ സ്കൂൾ ലീഡർ.
അന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പാഠപുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ കുറവൊന്നും കുട്ടികൾ അറിഞ്ഞില്ല. ആദ്യ കാലത്ത് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ മദ്രാസ് എഡ്യൂക്കേഷൻ ഇതിൻ്റെ കീഴിലായിരുന്നു സ്ഥാപനം അല്ലെങ്കിൽ സിലബസ്. ആ സിലബസ് വളരെ കഠിനമായിരുന്നു എന്ന് വേണം പറയാൻ. സിലബസ് എന്ന് പറഞ്ഞ സാധനം അതുപോലെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലത്തെ ഒരു കാര്യം മനസ്സിലാവില്ല. വളരെ ദുർലഭം കാര്യങ്ങൾ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ സിലബസിനെ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇങ്ങോട്ട് തരും. ഫസ്റ്റ് പീരീഡിൽ എന്ന് പറഞ്ഞാൽ സ്കൂൾ ക്ലാസ് തുടങ്ങിയ ആദ്യത്തെ പീരീഡിൽ അധ്യാപകർ ചെയ്യുക ടെക്സ്റ്റ് ഇല്ലാത്ത വിഷയങ്ങളുടെ സിലബസ് കൃത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരും. അത് എഴുതിയെടുക്കും. അതായത് ഈ പറഞ്ഞ സബ്ജക്റ്റുകൾക്കൊക്കെ മാഷയുടെ കയ്യിലൊരു ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകമോ എല്ലാം ഉണ്ടാവുന്നല്ലാണ്ട് ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കില്ല. അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അവിടെ തന്നെ ഡെസ്കിൽ വെച്ചിട്ട് എഴുതി പെട്ടെന്ന് സ്പീഡിൽ എഴുതി പറയുന്നതനുസരിച്ച് ക്ലാസ് എടുക്കായിരിക്കും. അപ്പോൾ നോട്ട് കുറിച്ചോളാനാണ് പറയുക, നോട്ട് കുറിക്കുക എന്നാണ് പറയല്. ഇതിങ്ങനെ ഉടനെ എഴുതിയെടുക്കും. പഠിപ്പിക്കാൻ അറിയുന്നവർ മാത്രമല്ല, വ്യക്തിത്വം കൊണ്ട് കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയുന്ന അധ്യാപകർ അന്നും ഇന്നും എൻ്റെ സ്വത്താണ്. മാഷന്മാരെ പറ്റി കുട്ടികൾ തന്നെ അങ്ങോട്ട് പറയട്ടെ. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എടുത്തിരുന്നത് H.K. പിഷാരടി, H. കൃഷ്ണ പിഷാരടി. അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള ഇംഗ്ലീഷ് മാഷായിരുന്നു. ദി സ്കൈ വാസ് ബ്ലൂ എന്നുള്ളൊരു പദ്യം നൈറ്റിംഗേലിനെ കുറിച്ച്. ദി എർത്ത് വാസ് ഗ്രീൻ, ദ സ്കൈ വാസ് ബ്ലൂ, ഐ സോ ആൻഡ് ഹേർഡ് വൺ സണ്ണി മോൺ, എ സ്കൈലാർക്ക് ഹാങ് ബിറ്റ്വീൻ ദ ടു, എ സിംഗിങ് സ്പെക്ക് അബവ് ദ കോൺ. HKP ഹൈസ്കൂൾ സെക്ഷനിൽ പഠിപ്പിച്ചുള്ള പദ്യത്തിൻ്റെ വരികൾ ഇപ്പോഴും പിന്നെ എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ആ ക്ലാസ്സിൽ കേട്ടതാണ്. പക്ഷേ ഈ ഭൂമിയുടെയും ആകാശത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആ സിംഗിങ് സ്പെക്ക്, ആ ചിത്രം ഇപ്പോഴും മനസ്സിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് എബിലിറ്റിയാണ് വ്യക്തമാക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസുദേവൻ നമ്പീശൻ ഞങ്ങളുടെ മലയാളം അധ്യാപകനായിരുന്നു. മലയാളത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാക്കിയത് നമ്പീശൻ മാഷ ക്ലാസ്സാണ്. അദ്ദേഹം ഞങ്ങളോട് എപ്പോഴും സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. നമ്പീശൻ മാഷ് എൻ്റെ കവിതയിലും കഥയിലും ഒക്കെ താല്പര്യം ഉണ്ടാക്കിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ ബാലേന്ദ്രനും ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ്. ഞങ്ങളുടെ കവിതയുടെ സാഹിത്യത്തിൻ്റെ വഴിയിൽ ഖുർആനിൽ ബാലേന്ദ്രനും എനിക്കും വളരെയധികം സഹായം ചെയ്തിട്ടുള്ള അധ്യാപകനായിരുന്നു ചെറുളി വാസുദേവൻ നമ്പീശൻ. അദ്ദേഹം ഞങ്ങൾ കൊടുക്കുന്ന കവിതകൾ അദ്ദേഹം തിരുത്തിയിട്ട് തരും. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഡിഫക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന രൂപത്തിൽ വേണം എന്ന്. അങ്ങനെ എൻ്റെ ഒരു കവിത ആദ്യമായിട്ട് അദ്ദേഹം എഴുതിയിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് കൃഷിക്കാരൻ എന്ന് പേരായിട്ടൊരു വീക്കിലി ഉണ്ടായിരുന്നു കോഴിക്കോട്ട് നിന്ന്. അന്നത്തെ മഹാനായിരുന്ന K. കേരളീയൻ്റെ പത്രാധിപത്യത്തിൽ ആ മാസികയിൽ ആ വീക്കിലിയിൽ അന്നത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി പഠിക്കുന്ന കാലത്ത്. പിന്നീട് അദ്ദേഹം എപ്പോഴും അദ്ദേഹം എൻ്റെ കവിതയുടെ വഴിയിൽ സഹായിച്ചിരുന്നു. ഞാൻ എപ്പോഴും വൈകുന്നേരം തിരുവേഗപ്പുറ ലൈബ്രറിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വായിക്കാൻ എടുത്തുകൊണ്ടുപോകും. അങ്ങനെ അതുപോലെ തന്നെ ലൈബ്രറിയിൽ ചെന്നാൽ എപ്പോഴും മാഷ് അവിടെ ഉണ്ടാവും, ചില്ലമേന മാഷ്, നമ്പീശൻ മാഷ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പിന്നെ ഇവിടുന്ന് പോരുമ്പോൾ വായനശാലയിൽ തിരിച്ചു പോരുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ, തിരുവേഗപ്പുറ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ മുറ്റത്ത് വെച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു, മുഹമ്മദ് പുറമണ്ണൂരൊക്കെ നെല്ലിന് എന്താ വില എന്ന് ചോദിച്ചു. കുറെ ആലോചിച്ച് അറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പം താൻ അരിഭക്ഷണമല്ലേ കഴിക്കാറ് എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. മാഷ അങ്ങനെയൊന്നും സംസാരിക്കാറില്ല, പക്ഷെ ഇത് വല്ലാതെ ഫീൽ ചെയ്തു. മാഷ അടിക്കൊന്നും ചെയ്തിട്ടില്ല, അടിച്ചതൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. പക്ഷെ പിന്നീട് ഞാൻ കുറേ അതിങ്ങനെ ആലോചിച്ച് ഇപ്പോഴും അത് മറന്നിട്ടില്ല എന്നർത്ഥം. അത്രയും ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുള്ള, അതായത് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിനോട് നമ്മൾ ബന്ധപ്പെടണം എന്നുള്ളതിൻ്റെ ഒരു പാഠമായിരുന്നു അത്. പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളിങ്ങനെ സ്വപ്നജീവികളായിട്ട് നടന്നാൽ പോരാ. ഭക്ഷണം കഴിക്കുമ്പോൾ അത് എന്താണ്, എവിടെ നിന്നാണ്, അതുപോലെ അതിനെന്താ ഇപ്പോൾ വില എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചറിയണം എന്നുള്ള ഒരു ബുദ്ധി എനിക്ക് സമ്മാനിച്ചത് നമ്പീശൻ മാഷാണ്. ഓട്ടവും ചാട്ടവും പിന്നെ നമ്മുടെ സായിപ്പിന്റെ ആ ഫുട്ബോളും വോളിബോളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ തൃശ്ശൂരിൽ നിന്നൊരു ജോൺ മാഷ് വന്നു. ഇന്നാട്ടിൽ ആദ്യമായിട്ട് വന്ന നസ്രാണി ആയിരുന്നു TV ജോൺ മാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിദ്യാലയത്തിൽ ആദ്യം
PT മാഷായിട്ട് വന്ന ആളാണ് ജോൺ മാഷ്. നാട്ടിലെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്തുമത വിശ്വാസികളായിട്ട് ഈ പ്രദേശത്ത്, ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അടുത്ത പ്രദേശത്ത് വള്ളുവനാട്ടിൽ തന്നെ അധികം ആൾക്കാരില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ വർഗീസ് ജോൺ, TB ജോൺ എന്നാ പറയുക, ഒരു പുതുമ, ഒരു 2-3 കാര്യങ്ങൾ പുതുതായിട്ട് ഈ നാടിനെ പരിചയപ്പെടുത്തിയ ആള് ഈ ജോൺ മാഷ. ഒന്നാമത് ഈ തൃശ്ശൂർ കണ്ടശാങ്കടവ മാഷയുടെ വീട്. അപ്പോൾ തൃശ്ശൂർ ഭാഷ, ഇവിടുത്തെ ഈ വള്ളുവനാടിൻ്റെ ഒരു ഗ്രാമീണ ഭാഷയും തൃശ്ശൂരിൻ്റെ ഒരു നീട്ടിക്കുറുക്കിയ ഭാഷയും രണ്ടും, ആ ഭാഷ ഒരു പ്രത്യേക സ്വാധീനമായിട്ട് കുട്ടികളിലും അതിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ കുട്ടികൾ ശ്രമിക്കുന്ന രീതിയിൽ ശരിയാവൊന്നുമില്ല, എന്നാലും ഒരു പ്രത്യേക ഭാഷാ രീതി. അതുമാത്രമല്ല, ഈ അന്ന് ആകെ വാഹനങ്ങളൊക്കെ വളരെ കുറവുള്ള ആ കാലഘട്ടത്തിൽ മോട്ടോർ സൈക്കിൾ ഈ നാട്ടിൽ അപൂർവമൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഒന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിനെ കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ള രൂപത്തിൽ കണ്ടേറുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ മാഷാണ് ഇവിടെ ഈ തോക്ക്, വെടിയുണ്ടയും തോക്കും ഒക്കെ പരിചയപ്പെടുത്തിയത് മാഷാണ്. അത് മുമ്പ് തന്നെ നിരവധി രംഗത്തൊക്കെ പഠിച്ച് വന്നിട്ടുള്ള ആള് എന്നുള്ള നിലയ്ക്ക്, അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരു ഇതിഹാസ പുരുഷൻ്റെ രൂപത്തിലാണ് ഈ PT മാഷ് വന്നപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ഗെയിംസ്, വോളിബോള്, ഫുട്ബോള്, അല്ലെങ്കിൽ റിംഗ് ടെന്നീസ്, ഇത്തരം കാര്യങ്ങൾ ഒക്കെ പഠിപ്പിക്കുകയും കളിപ്പിക്കുകയും കളിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്യുന്ന, അതിന് വളരെ സമർത്ഥനായ ഒരു സ്പോർട്സ്മാനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. സ്കൂളിലെ കുട്ടികളെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിച്ചത്. അതാണ് ജോൺ മാഷിൻ്റെ ഒരു പ്രത്യേകതയാണത്. സ്കൂളിലെ കുട്ടികളെ തന്നെ ശ്രമദാനത്തിലൂടെ അതിൻ്റെ സൈഡൊക്കെ കെട്ടി ഒരു 5-6 കുട്ടികൾ, എടുത്തു പറയാവുന്ന കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നു. ഒരു വീരാൻകുട്ടി, ഒരു പത്മനാഭൻ ജില്ലയുടെ 3 കൊല്ലത്തെയും ചാമ്പ്യനാണ്. നിരവധി കുട്ടികളെ പരിശീലിപ്പിച്ചെടുത്തിട്ട് നല്ല നിലയ്ക്ക് കൊണ്ടുവരാൻ ഇത്രയും പ്രാപ്തിയുള്ള, കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ജോൺ മാഷെ പോലെ അത്രയും ഉണ്ടാവില്ല. എന്നാൽ ഈ ജോൺ മാഷ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് ഈ ആരെയും കൂട്ടാക്കാത്തൊരു സ്വഭാവമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ആരെയും കൂട്ടാക്കാത്തതെന്ന് പറഞ്ഞാൽ, നവരസങ്ങളിൽ വീരം മാത്രമേ അയാളുടെ മുഖത്ത് വരൂ, അഷ്ടഗുണങ്ങളിൽ ദേഷ്യം മാത്രമേ അയാളുടെ മുഖത്ത് വരൂ. ഒരു ഗാംഭീര്യമാണ്, ഗൗരവ ഭാവമാണ്. പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അടുക്കും ചിട്ടയും അതുമാതിരി വളരെ അച്ചടക്കം, ഇതിലൊക്കെ വളരെ ഊന്നിക്കൊണ്ടാണ്. അതിന് ലംഘിക്കാൻ ഒരു കാലത്തും കഴിയില്ല. നേരം വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ് ജോൺ മാഷ്. ഇവിടെ അടുത്തൊരു വലിയ കുളമുണ്ട്. ആ കുളത്തിൽ ഒരു അരമണിക്കൂർ നീന്തലുണ്ടാകും. പിന്നെ അദ്ദേഹത്തിൻ്റെ സാഹസികത, അത് ഈ മോട്ടോർ ബൈക്കിൻ്റെ ഒക്കെ പറഞ്ഞല്ലോ, ഒരു ദുര്യോഗം എന്താന്ന് പറഞ്ഞാൽ അത്തരം ഒരു സാഹസികമായ അന്ത്യം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന വേദനാജനകമായ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ ഒരു ബൈക്ക് അപകടത്തിൽ തന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അത് പ്രായമാകുന്നതിന് മുമ്പാണ്. വിദ്യാലയത്തിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങൾ, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു ഈ ജോൺ മാഷ് എന്നുള്ളതാണ്. 2 ഓഫീസ് മുറിയും 3 സ്റ്റാഫ് മുറിയും 60-നോടടുപ്പിച്ച് ക്ലാസ് മുറിയും ഇന്ന് എനിക്കുണ്ട്. അന്നത്തെ കാര്യ കഷ്ടം. ഓല ഷെഡിന് തൊട്ട് പടിഞ്ഞാറായി ഒരു വളപ്പുണ്ട്. കറിമുത്ത് രാമൻകുട്ടിയുടെ ആ വളപ്പിലെ വീട് ഓഫീസ് മുറിയും സ്റ്റാഫ് മുറിയൊക്കെ ആയിരുന്നു. മേയാനും സൈഡ് മറയ്ക്കാനും ഒക്കെ കരിമ്പനോലയാണ്. പക്ഷെ വൃത്തിയായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലായി. അവിടെ ആയിരുന്നു ക്ലാസ്സുകളൊക്കെ. അതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് ഒരു എന്തോ ഒരു തോപ്പാണ്, പറങ്കിമാവാണ്. അതിൻ്റെ നടുക്കൊരു ചെറിയ വീടെന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 പേരാന്നുണ്ടെങ്കിൽ പറയാം. അതിൻ്റെ താഴെയായിരുന്നു, ചെത്തി തേച്ചിട്ടൊന്നുമില്ല, വെറുതെ കല്ല് വെച്ച് പടുത്തിട്ടേ അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൻ്റെ താഴെയാണ് പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഇരിക്കുക, ഞങ്ങളെല്ലാവരും. ഈ മാധവൻ നമ്പൂരി ഹെഡ്മാസ്റ്ററാണ്. അതൊരു വീടൊന്നുമല്ല, വെറുതെ 2 നിലയുള്ളൊരു കെട്ടിടം. 2 നില ഒന്നും പറയാനില്ല, ചോട്ടത്തെ നിലയിൽ നിന്ന് ഒരു മരക്കോണി വേണ്ടി നിലയാണ് കയറാം. പിന്നെ കല്ലൊന്നും ചെത്തി തേച്ചിട്ടൊന്നുമില്ല, നിലമൊക്കെ ചാണകം മെഴുകിയിട്ടുള്ള സാധനമൊക്കെയാണ്. അന്ന് അസംബ്ലിക്ക് മൈക്കൊന്നുമില്ലായിരുന്നു.
10 മണിക്ക് തുടങ്ങിയാൽ 4 മണിക്ക് തീരും. ദേശീയഗാനം പാടിക്കഴിയുമ്പോഴാ പ്യൂൺ മണിയടിക്കുക. സ്കൂൾ തുടങ്ങി 18-ാം ദിവസം DEO വന്നു. അന്ന് സൗത്ത് മലബാറിന്റെ DEO KC കുമാരനായിരുന്നു. ചങ്ക് പടപടാന്നിടിച്ചു. രജിസ്റ്ററിൽ തൃപ്തികരം എന്നെഴുതിയപ്പോഴാ ശ്വാസം നേരെ വീണത്. അക്കൊല്ലം തന്നെ പിന്നെയും വന്നു 2 തവണ. ഒടുവിൽ അതൊരു പതിവുമായി. കെട്ടിടവും സൗകര്യങ്ങളൊക്കെ കുറവ് തന്നെയായിരുന്നു. എന്നാലും മാഷന്മാരും കുട്ടികളും ഒരുമയോടെ എല്ലാ പരിപാടികളും ആഘോഷിച്ചു. എൻ്റെ മുറ്റത്ത് നടന്ന ആദ്യ ആഘോഷം അത് നമ്മുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. അന്ന് കുട്ടികളുടെ അച്ഛനമ്മമാരുടെ യോഗം ചേർന്ന് സ്കൂൾ വെൽഫെയർ കമ്മിറ്റിയും ഉണ്ടാക്കി. വെള്ളിയാഴ്ചകളിലെ സാഹിത്യ സമാജം മക്കളുടെ സർഗസിദ്ധിയെ പുറത്തെടുക്കാൻ സഹായിച്ചു എന്നാണ് എൻ്റെ തോന്നൽ. എൻ്റെ 1-ാം ബാച്ചിൽ തന്നെ 2 കവികളുണ്ടായിരുന്നു. ഈ കവി സാഹിത്യ സമാജത്തെപ്പറ്റി എന്താ പറയണെന്ന് കേട്ടാലോ? അന്ന് ഞങ്ങൾക്ക് സാഹിത്യ സമാജം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നവരിൽ മഹാകവി അക്കിത്തം, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. മഹാകവി അക്കിത്തം, പുലാക്കാട്ട് രവീന്ദ്രൻ, PT ഭാസ്കര പണിക്കർ, പിന്നെ ചെറുകാട്, ഇങ്ങനെയുള്ള കുറേ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ, സാഹിത്യകാരന്മാർ അന്ന് നമ്മുടെ സ്കൂളിൽ വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ടതായിട്ട് പല വിഷയത്തിനുമായിട്ട് വന്നിട്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കഥാമത്സരം, കവിതാ മത്സരം ഇതൊക്കെ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് കഥയിലും കവിതയിലും പ്രൈസ് നേടിയിരുന്ന 2 പേര്, ഒന്ന് ഈ അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള കുറുവാന്തോടി ബാലചന്ദ്രൻ, അതുപോലെ പിന്നെ ഒന്ന് ഞാനാണ്. അന്ന് ക്രാഫ്റ്റ് പഠിപ്പിക്കാൻ K ജനാർദ്ദനൻ മാഷുണ്ടായിരുന്നു. 2 തറിയുണ്ടായിരുന്നു. ഒന്നിനും കുറവുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആദ്യ കൊല്ലം തന്നെ കുട്ടികൾ കോഴിക്കോട്ടേക്കൊരു പഠനയാത്രയും നടത്തി. ട്രെയിനിലാണ് പോയത്. അപ്പൊ അന്ന് ആദ്യമായിട്ട് ട്രെയിൻ കയറി തന്നായിരിക്കണം തോന്നുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും പോയി. അപ്പൊ ഞങ്ങൾക്ക് മെയിനായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് അന്ന് കടൽ തീരത്ത് പോയി അവിടെ ബീച്ചിലൊക്കെ പോയിരുന്ന കണ്ടതും പിന്നെ ഈ ആകാശവാണി കണ്ട ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ. ഞങ്ങളന്ന് താമസിച്ചത് ഇന്നത്തെ മാനാഞ്ചേരിയിലെ ട്രെയിനിങ് കോളേജ് ഇരിക്കുന്ന സ്ഥലത്താണ് ഞങ്ങളന്ന് താമസിച്ചത്. ആ ട്രെയിനിങ് കോളേജിലാണ് താമസിച്ചത്. അതെനിക്ക് ഓർമ്മയുണ്ട്. 2 ദിവസത്തെ ടൂറായിരുന്നു. ഒരു ദിവസം പോയി അവിടെ താമസിച്ച് പിറ്റേന്ന് ഈ ആകാശവാണിയിൽ പോകുമ്പോൾ അവിടെ ഒരു റെക്കോർഡിങ് നടക്കുകയാണ്. ഇതൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരാളുടെ സംഗീതം റെക്കോർഡ് ചെയ്യണം അവിടെ, ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക്. അപ്പോൾ അത് ഇങ്ങനെ ഈ AC ഒക്കെ ഉള്ള എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള തിയേറ്ററാണല്ലോ അവരുടെ റൂമിൽ. അപ്പോൾ ആ റെക്കോർഡിംഗ് റൂമിൽ ഞങ്ങൾ പുറത്തു നിന്നിട്ട് അത് കാണിച്ചു തന്നത് ഇങ്ങനെ കാണുകയാണ്. ഞങ്ങൾ ഒരു ശബ്ദവും പുറത്തേക്ക് കാണില്ല. അതൊരു ഭയങ്കര അത്ഭുതം. ഇയാളിരുന്ന് ഭയങ്കര കണ്ണടച്ചിരുന്ന് സംഗീതം ആലപിക്കണ്ടേ, പക്ഷെ ഒന്നും പുറത്തേക്ക് കേൾക്കില്ല എന്നുള്ള ഒരു വല്ലാത്ത അനുഭവം വന്നേ. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ ലേബർ ആൻഡ് സോഷ്യൽ സർവീസ് ലീഗ് ക്യാമ്പ് നടന്നത് ഇവിടെ വെച്ച, അതും എൻ്റെ 1-ാം വയസ്സിൽ തന്നെ. അന്ന് കുട്ടികളൊക്കെ പണിയെടുത്തിട്ടാ നമ്മുടെ പള്ളിപ്പുറം റോഡ് ഉണ്ടാക്കിയതേ. ദാരിദ്ര്യത്തിന്റെ അക്കാലത്ത് 3 നേരത്തെ ഭക്ഷണം തന്നെയായിരുന്നു വലിയൊരു കാര്യം. അവര് തന്നെയാണ് മെയ്യാനുള്ള ഓടെ എത്തിച്ചു തന്നതും. സരസു, നീയൊന്ന് പറഞ്ഞു കൊടുക്കേ നമ്മുടെ ഗാന്ധി ജയന്തി ആഘോഷത്തെ പറ്റി. അല്ല, അന്ന് ശുചീകരണമാരെന്നാ പറയുക, ശുചീകരണമാരുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഞങ്ങളെ ഈ മാഷ് കേട്ടോ, പട്ടു മാഷ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കൃഷ്ണയ്യർ, അദ്ദേഹമാണ് ഞങ്ങളെ കോളനിയിലേക്ക് ഈ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഈ പിന്നെ നായടി കോളനി എന്നാണ് അന്ന് പറയുക കേട്ടോ, ആദിവാസികളെന്നാണ് ശരിക്ക്. അപ്പോൾ നായാടികളുണ്ട്, പക്ഷേ ഇപ്പോൾ പറയുന്ന ആദിവാസികളാണ് അവർ. അപ്പോൾ അവരുടെ അവിടേക്ക് അത് വൃത്തിയാക്കാൻ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്നപ്പോഴത്തെ ഒരു അനുഭവം ഉണ്ട്. നമ്മൾ വെച്ചാൽ വളരെ പിന്നെ ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ് ഞങ്ങൾ. ഒരുപാട് ഈ പ്രധാനപ്പെട്ട അങ്ങനെ എന്താ പറയുക ടെക്നോളജി ഒന്നും ഇല്ലാത്തതാണ്. എങ്കിലും ആ കോളനിയിൽ പോയപ്പോഴാണ് നമ്മൾ ഇത്രയും മോശമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. കുട്ടികളൊക്കെ ആണെങ്കിൽ ഉടുപ്പൊന്നുമില്ല, മൂക്കൊക്കെ ഒലിപ്പിച്ച് അങ്ങനെ ഉണ്ടല്ലോ. അതാണ് ഈ പാവങ്ങളോട് നമുക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. അങ്ങനെയൊക്കെ പോയാലാണ് അവരുടെ ഒരു പിന്നെ അവരുടെ എമ്പതി എന്ന് പറയുന്നത് ഉണ്ടാവണത് എന്നാണ്. മുണ്ടശ്ശേരി മാഷ് കുട്ടികളുടെ കലാമികവ് പ്രകടിപ്പിക്കാൻ യുവജനോത്സവം എന്ന പുതിയ പരിപാടി നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ജനതയിൽ, അല്ല നമ്മുടെ കൊടക്കാപ്പറമ്പിൽ, ഓ മറന്നു, ബസ്സുകാരത് കൂർക്കപ്പറമ്പാക്കിയല്ലോ. അത് കുട്ടികളുടെയും നാടിന്റെയും പൂരായിരുന്നു. ആദ്യത്തെ യുവജനോത്സവം 57-ലാണ് അത് നടുവട്ടം കൂർക്കപ്പറമ്പ്
അല്ലേ സരസി? അവിടെ വെച്ചിട്ടാണ് അന്ന് അടുത്തുള്ള പ്രൈമറി എലിമെൻ്ററി സ്കൂൾ എന്നാണ് പറയുക, ഹയർ എലിമെൻ്ററി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും ഈ ജനതാ ഹൈസ്കൂളിലെ കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് ആ കൂർപ്പപ്പറമ്പിലൊരു ചെറിയ ആഘോഷം എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ആർക്കും അറിയില്ല, സംഘാടകർക്കും അറിയില്ല, വിദ്യാർത്ഥികൾക്കും അറിയാത്തൊരു സാഹചര്യമാണ്. അപ്പൊ എല്ലാവരും കൂടി നിന്നിങ്ങനെ ഡാൻസ് ചെയ്യുക. ഇല്ലല്ലോ, അതെ അത്രേ ഉള്ളൂ, എന്തെങ്കിലും കാണിക്കുക, അതൊക്കെ ഉള്ളൂ അന്നത്തെ ഡാൻസ്. അപ്പൊ ആനത്തലയോളം വെണ്ണ തരാമിട ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക് എന്ന് പറയുന്ന പഴയ അത് ജീവിതത്തിലാണ് ഇതിന്റെ പാട്ട്. ആ പാട്ട് പാടിയിട്ടാണ് ഞാനും സരസ്വതിയൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതെ, അല്ല എല്ലാവരും കൂടി ചേർന്ന് ഇന്നത്തെ യൂത്ത് ഫെസ്റ്റിവല് ഒന്നായിട്ട് അതിന് യാതൊരു കമ്പാരിസണും ഇല്ല. അതിങ്ങനെ ഒരു ചിട്ടയിലൊക്കെ ആയി ഇന്നത്തെ രൂപത്തിലായി തുടങ്ങി. ഇല്ല 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 കളിക്കും. എല്ലാ സ്കൂള് പ്രൈമറി അടുത്തുള്ള നിയർ ബൈ ഉള്ള സ്കൂളുകളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ കുട്ടികൾ വന്നിട്ടുണ്ട് എല്ലാവരും. അതെ 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 അവരെ പാടും. അതെ, അങ്ങനെ ഒരു യുവജനോത്സവം ആദ്യത്തെ കേരള സ്റ്റേറ്റില് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സ്കൂൾ യുവജനോത്സവം എന്ന് വേണമെങ്കിൽ പറയാം. അത് ആ പട്ടാമ്പിയിലെ ഏതാ നടുവട്ടം ആ ഏരിയയില് കൂർക്കപ്പറമ്പിൽ വെച്ചിട്ടാണ് അത് ഉണ്ടായത്. സമ്മാനമൊന്നുമില്ല, അവർ അന്ന് മൈതാനമില്ലായിരുന്നെങ്കിലും പി.ടിക്ക് ജോൺ മാഷ് ഒരു കുറവും വരുത്തിയില്ലാട്ടോ. സ്കൂൾ അത്ലറ്റിക് അസോസിയേഷനിൽ അന്നേ എനിക്ക് അംഗത്വമുണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിന തലേന്ന് ഇവിടെ സ്പോർട്സ് ദിനവും ആഘോഷിച്ചു. കുട്ടികളുടെ പാർലമെന്റും അന്ന് മാഷന്മാര് സംഘടിപ്പിച്ചിരുന്നു. വാർഷിക എങ്ങനെ നടത്തണം, സ്കൂൾ മാസിക എങ്ങനെ അച്ചടിക്കണം, നാടക കോപ്പുകൾ വാങ്ങണോ തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റ് ചർച്ച നടത്തിയാണ് തീരുമാനമെടുത്തിരുന്നത്. ഓണവും ക്രിസ്തുമസും നാട് മുഴുവൻ ആഘോഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്നത് ഈ ഞാനാ. മാഷന്മാര് പഠിപ്പിക്കണ ഒച്ചയും കുട്ടികളുടെ കളിച്ചിരി വർത്താനവും ഇണക്കവും പിണക്കവും ഒന്നും ഉണ്ടാവില്ല. വേനലവധിയുടെ കാര്യം പറയുകയും വേണ്ട. എല്ലാരും കുറച്ചു നാളത്തേക്കെങ്കിലും എന്നെ ഒറ്റപ്പെടുത്തും. സ്കൂൾ തുറക്കുന്ന സമയത്തെ കാലവർഷത്തെക്കാൾ എനിക്കിഷ്ടം പുതിയ ഉടുപ്പവും പുസ്തകവുമായി പടികടന്ന് വരുന്ന ആ കുട്ടികളെ കാണുമ്പോ എന്താ ഒരു സുഖം, എന്താ ഒരു സന്തോഷം. ഓലഷെഡിൽ തുടങ്ങിയത് 5ാം ക്ലാസ്സും 8ാം ക്ലാസ്സും മാത്രമായിരുന്നല്ലോ. അവരെ ജയിപ്പിച്ചിരുത്താനും പുതിയ കുട്ടികളെ ചേർത്താനും ക്ലാസ് മുറി പോരല്ലോ. അതിനിടെ ആദ്യത്തെ വാർഷികവും കടന്നു വന്നു. ആ ദിവസം എനിക്ക് നല്ല ഓർമ്മയാ. 1958 ഫെബ്രുവരി 5 ബുധനാഴ്ച. മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരാണ് ഇവിടെ വന്നത്. വന്നു അവിടെ കയറി സംസാരിച്ചു, കുറേ ചോദ്യം ചോദിച്ചു, അതിനൊക്കെ മറുപടി പറഞ്ഞു നിന്നുകൊണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഒപ്പമുള്ള അവിടെ പോയി ഊണ് കഴിച്ചു. ഇതാണ് സംഭവം. ഇനി കൂടുതൽ പറയാൻ ഇല്ല. നടുവട്ടം ജനതാ ഹൈസ്കൂൾ അതിൻ്റെ ആത്മകഥ പറയുന്ന രീതിയിൽ ഉള്ള ഈ ഡോക്യുമെൻ്ററിക്ക് എല്ലാ ഭാവുകവും നേർന്നുകൊള്ളുന്നു. അത് അക്കിത്തല്ലേ? ചെറുകാട്, പുലാക്കാട് രവീന്ദ്രൻ എന്നിവരായിരുന്നു അന്നത്തെ താരങ്ങൾ. നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും സഹകരണം കൊണ്ട് ആഘോഷം പൊടിപൊടിച്ചു. 90 കുട്ടികളുണ്ടെങ്കിലേ SSLC പരീക്ഷ എഴുതാൻ സെന്റർ തരുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ 2 കൊല്ലം പട്ടാമ്പിയിലേക്ക് അയച്ച കുട്ടികളെ പരീക്ഷ എഴുതിച്ചത്. ആദ്യത്തെ വർഷവും ഞാൻ SSLC പരീക്ഷ എഴുതിയ 2ാം വർഷവും പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളായിരുന്നു ഞങ്ങളുടെ സെൻറ്റർ. അന്ന് പട്ടാമ്പിക്ക് യാത്രാ സൗകര്യം വളരെ കുറവായിരുന്നു. ആകെ 1-2 ബസ്സുകൾ മാത്രമാണ് ഈ വഴിക്ക് ഓടിയിരുന്നത്. മാത്രമല്ല ഞങ്ങളുടെ വീടിന് സമീപത്ത് റോഡൊന്നും ഉണ്ടായിരുന്നില്ല. വെറും നടക്കൽ മാത്രമായിരുന്നു ആശ്രയം. ഒന്നുകിൽ കൈപ്പുറം ചന്തപ്പടിയിൽ വന്ന ബസ്സിനോ
അല്ലെങ്കിൽ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിനോ വേണം പട്ടാമ്പി സെൻറ്ററിലെത്താൻ. അത് കാരണം യഥാർത്ഥത്തിൽ യാത്രാക്ലേശം അങ്ങേയറ്റം രൂക്ഷമായിരുന്നതിനാൽ പട്ടാമ്പിയിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ഒരു മണിസ്വാമിയുടെ സ്റ്റേഷനറി കടയുടെ മുകളിൽ എൻ്റെ ഒരു സുഹൃത്തും നാട്ടുകാരനുമായ പടിവട്ടത്ത് ഉണ്ണിയടിങ്ങാടി ജോലി ചെയ്തിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന റൂമിലാണ് ഞാനും എൻ്റെ സുഹൃത്തായ മൊയ്തു എന്ന വിദ്യാർത്ഥിയും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി പട്ടാമ്പിയിലെത്തിയത്. ഞങ്ങളെ അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിനൊപ്പം പരീക്ഷ കഴിയുന്നതുവരെ കൂട്ടുകയുമാണ് ഉണ്ടായത്. അന്ന് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. പട്ടാമ്പി പാലത്തിന് സമീപം പടിഞ്ഞാറെ ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രം, ആ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ഞങ്ങൾ 2 നേരവും കുളിച്ചിരുന്നത്. ആ കുളിക്കുമുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ഒന്നുകിൽ നേരം പുലരുന്നതിന് മുമ്പ് കുളിക്കണം, അതല്ലെങ്കിൽ വൈകുന്നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കുളിക്കാൻ പറ്റൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും ഒന്ന് സൂചിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുഴയുടെ തീരം ഉപയോഗിക്കേണ്ട ഒരവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. അന്ന് റിസൾട്ട് അറിയാൻ ഇന്നത്തെ മാതിരി പത്രങ്ങളൊന്നും ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നില്ല. ഇവിടെ സ്കൂളിലടക്കം, ഇവിടെ സെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് സ്കൂളിലടക്കം തപാൽ മാർഗം വഴിയാണ് റിസൾട്ട് എത്തിയിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ സ്കൂളിൽ വന്നാണ് എൻ്റെ പരീക്ഷാഫലം അറിഞ്ഞിട്ടുള്ളത്. പരീക്ഷാഫലം അറിഞ്ഞതിന് ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഈ സ്കൂളിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി. സർട്ടിഫിക്കറ്റ് അതാത് സ്കൂളിലാണ് അന്നും വിതരണം ചെയ്തിരുന്നത്. സർട്ടിഫിക്കറ്റുകളും ഹാൾ ടിക്കറ്റും എല്ലാം ഇതേ സ്കൂളിൽ നിന്ന് തന്നെ ലഭിച്ചു. പരീക്ഷ എഴുതുന്ന കാര്യം മാത്രമാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് ഉണ്ടായിട്ടുള്ളത്. മീനച്ചൂടിനേക്കാൾ ഭാരമാണ് മക്കളുടെ പരീക്ഷാ ചൂടിന്. അവർ പാസ്സായി എന്നറിയാൻ വരെ വല്ലാത്തൊരു വീർപ്പുമുട്ടല. പ്രായത്രയായിട്ടും അതൊരു വല്ലാത്ത സംഗതി തന്നെയാണേ. ആദ്യത്തെ ബാച്ചിന്റെ വിജയശതമാനം 66. ഓലഷെഡിൽ തുടങ്ങിയത് 5ാം ക്ലാസ്സും 8ാം ക്ലാസ്സും മാത്രമായിരുന്നല്ലോ. അവരെ ജയിപ്പിച്ചിരുത്താനും ക്ലാസ് മുറിയും വേണം. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പരിശ്രമത്തിനൊടുവിൽ സ്ഥിരം കെട്ടിടം നിർമ്മിക്കാനായി. സ്കൂൾ വേനൽ അവധിക്ക് പൂട്ടിയ സമയത്താണ് കെട്ടിടം പണി കഴിഞ്ഞത്. ഉദ്ഘാടനത്തിന്റെ അന്ന് പണപ്പിരിവിനായി നാടകം കളിക്കാൻ ടീച്ചർമാരും കുട്ടികളും തീരുമാനിച്ചു. നാടകത്തിന് മുമ്പ് ഒറ്റപ്പാലത്തെ ഒരു നൃത്തവിദ്യാലയം ശിഷ്യനും മകനും എന്ന നൃത്തനാടകം കളിച്ചു. നാടകം കളിക്കാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് KG മാഷാണ്. ഷാരടി മാഷ്, കുട്ടൻ വാര്യർ, കുന്നത്തൊടി രാജഗോപാലൻ, K മധുസൂദനൻ, വാര്യത്ത് ശ്രീദേവിയും ആനന്ദവല്ലിയും, മുണ്ടക്കോട്ടിൽ വിലാസിനി എന്നിവരോടൊപ്പം ടൈലർ രാജനും എനിക്ക് വേണ്ടി അരങ്ങിലെത്തി. അജന്ത ഹൈസ്കൂളിൻ്റെ ഉദ്ഘാടനം പരിപാടിക്കാണ് കണ്ടം വെച്ച കോട്ട് നാടകം അവതരിപ്പിച്ചത്. അത് വായനശാലയുടെ KS എഴുത്തച്ഛൻ സ്മാരക ഗ്രന്ഥശാലയുടെ പ്രവർത്തകരാണ് അത് സംഘടിപ്പിച്ചത്. അന്നൊരു KG മാസ്റ്റർ, ഒരു PP നമ്പീശൻ തുടങ്ങിയവരാണ് അതിൻ്റെ പിന്നിൽ കൂടുതൽ പ്രവർത്തിച്ചത്. 9ാം ക്ലാസ്സിലേക്ക് ആയിട്ടേ ഉള്ളൂ, 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് ആയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഞാനതിൽ അഭിനയിച്ചത്. അതിൻ്റെ സംവിധാനം, അവതരണം, അഭിനയം, പഠിപ്പിക്കലെല്ലാം KG മാഷാണ് ചെയ്തിട്ടുണ്ടായത്. അതിൻ്റെ മേക്കപ്പും എല്ലാം മാഷാണ് ചെയ്തത്. അതിൻ്റെ പിന്നിലും കലാപ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിന്നായിരുന്നത് KG മാഷ് തന്നെയാണ്. സ്കൂൾ വന്നതിന് ശേഷം സ്കൂളത്തെ കാര്യങ്ങളിലും അങ്ങനെ ആയിരുന്നു. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല, പക്ഷേ ആ സ്കൂളത്തെ എല്ലാ കാര്യങ്ങളിലും കലാപരമായതും കായികമായതും എല്ലാ കാര്യങ്ങളിലും മാഷ് മുന്നിട്ട് നിന്നിരുന്നു എന്നറിയാം. ഞാൻ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേര് കുഞ്ഞി ബി എന്നായിരുന്നു. മറ്റുള്ളവരുടെ മുഴുവൻ പേര് അത്ര അറിയില്ല. ഒരാൾ ഉമ്മർ എന്നായിരുന്നു മറ്റൊരാളുടെ പേര്. പിന്നെ അതിൽ ഫക്കീർ മുഹമ്മദ് എന്നൊക്കെയാണ് പേര്. ഫക്കീറായിട്ട് അഭിനയിച്ചതായിരുന്നു KG മാഷ്. ഇനി
ഉമ്മറിൻ്റെ വാപ്പയായിട്ട് അഭിനയിച്ചതാണെന്ന് തോന്നുന്നു HK പിഷാരടി മാഷ്. പിന്നെ അവരുടെ 2 കുട്ടികളായിട്ടാണ് ഈ രാജൻ നായരും പിന്നെ ഈ ആനന്ദവല്ലി എന്ന് പറഞ്ഞ അവരുടെ അനിയൻ ചെറിയ കുട്ടിയാണ്, എന്നേക്കാൾ ചെറിയ കുട്ടിയാണ്. അവർ 2 പേര് അഭിനയിച്ചത്. പിന്നെ ഒന്ന് ഈ ആനന്ദവല്ലി പറഞ്ഞ കുട്ടിയുടെ ചേച്ചിയാണ്. പിന്നെ ഉദ്ഘാടനത്തിന് ഈ നാടകം മാത്രമല്ല, പിന്നെ പ്രൊഫസർ വാഴക്കുന്നത്തിൻ്റെ മാജിക് ഉണ്ടായിരുന്നു. രാത്രി ഒരു 8-9 മണിക്കാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുക. എന്നിട്ട് ഈ KG മാഷിനെയാണ് പിന്നെ പ്രാക്ടീസൊക്കെ കൊടുക്കുക. വീട്ടിൽ നിന്ന് എല്ലാവരും വീട്ടിൽ നിന്ന് ഒരു 8-8:30 ആകുമ്പോൾ പുറപ്പെടും. എന്നിട്ട് നമ്പീശൻ്റെ കടയിൽ സന്ധിക്കും. അന്ന് പെട്രോമാക്സാണ് വലിയ വിളക്ക്. ശ്രീദേവിയുടെ ആനന്ദവല്ലി വീട്ടിൽ വെച്ചിട്ടാണ്. അവിടേക്ക് ഞങ്ങളെല്ലാവരും കൂടി പോകും. ബാക്കിയുള്ള എല്ലാവരും കൂടി ഈ പെട്രോമാക്സിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് 2-3 പ്രാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യും. അത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ മാഷ് പറഞ്ഞാലും ഓരോരുത്തരുടെയും അഭിനയം നിർദ്ദേശമൊക്കെ തന്നെ. ഡയറക്ഷൻ ശരിക്കും മാഷാണ്, KG മാഷാണ്. നാട്ടുകാർക്കൊക്കെ നാടകം വളരെ ഇഷ്ടമായി. ഒരുപാട് സന്തോഷിച്ചാൽ കരയേണ്ടി വരുന്ന് കാരണവന്മാര് പറഞ്ഞത് എത്ര ശരിയാ. 1958 ഏപ്രിൽ 20 അന്നാണ് ആ ഭീകരൻ വന്നത്. എന്നെയും എൻ്റെ സ്വപ്നങ്ങളെയും കശക്കി എറിഞ്ഞ ആ കാറ്റിൻ്റെ പേടിപ്പിക്കുന്ന ഓർമ്മ. ഓ, അതെങ്ങനെയാ മറക്കാൻ പറ്റുക? എല്ലാം തരിപ്പണായെന്ന് മാത്രമല്ല, 2 ആളെ അവൻ കൊണ്ടുപോയി. കുട്ടികൾക്കെല്ലാം വെള്ളം കൊണ്ട് കൊടുത്തിരുന്ന കോരൻ. മഴ കുറയാൻ കോലായി കാത്തുനിന്ന് വീരാനും. ഗ്രഹങ്ങളും തച്ചുശാസ്ത്രവും ജാതകവും ശരിയാണോന്നറിയില്ല. ആ, ജാതകം എന്ന് പറഞ്ഞപ്പോഴാ, എടവത്തിലെ ആയിലത്തിലാണത്രേ എൻ്റെ ജനനം. എൻ്റെ ചുമരുകൾ പൊളിഞ്ഞു വീണപ്പോൾ എൻ്റെ ചുറ്റുള്ളവർ പറഞ്ഞ ന്യായം അതായിരുന്നു. അങ്ങനെ കൈപ്പുറം അങ്ങാടി ചുറ്റി നിൽക്കാനുള്ള എൻ്റെ മോഹം എന്നേക്കുമായി പൊലിഞ്ഞു. ആ കാറ്റിൽ പുതിയ കെട്ടിടത്തിൻ്റെ ചുമർ അടർന്നു വീണത് പൊതിയിഴിഞ്ഞ മിഠായി പോലെയാണ്. കാറ്റിനെ ജാതകത്തെ മാത്രം പഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്നുറപ്പായി, അവരുറപ്പിച്ചു എന്നെ മാറ്റാൻ. അപ്പോഴും നടുവട്ടത്തുകാർ എൻ്റെ രക്ഷയ്ക്കെത്തി. പുത്തൻകോട് ശേഖരൻ നായരുടെ കയ്യിൽ നിന്നാണ് ഇക്കാണുന്ന 5 ഏക്കർ 38 സെന്റ് സ്ഥലം വാങ്ങിയത്. ദാ ഈ ആനപ്പാറയോട് ചേർന്നുള്ള സ്ഥലത്ത് എന്നെ കുടിയിരുത്തി. അന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് നല്ലയിടത്തെ ചിത്രം നമ്പൂതിരിയായിരുന്നു. എൻ്റെ 2ാം ജന്മത്തിലും പടുത്തുയർത്താൻ കൂട്ടുനിന്നത് എൻ്റെ കുട്ടിയോളെന്നെ. ദൂരെ ഇറക്കിയ കല്ലും മോടും വരി നിന്ന് കൈമാറിയാണ് അവർ ഈ മുറ്റത്തെത്തിച്ചത്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടതോടെ തകർന്നു വീണ കെട്ടിടത്തിന്റെ കല്ലുകൾ വരെ പടുത്തുവെച്ച പുതിയ ജീവിതം ഊട്ടിയുറപ്പിച്ചത്. തറയില്ലാതെ ഓലമേഞ്ഞ് തടുക്കുകൊണ്ട് തിരിച്ച ക്ലാസുകൾ മഴക്കാലമായാൽ ചോർന്നൊലിക്കും. ഇത്രയൊക്കെ ആയിട്ടും കുട്ടികൾ എൻ്റെ കൂടെ തന്നെ നിന്നു. പഠിച്ചിട്ടും ജോലിയില്ലാത്തവര്, കാശിന് ബുദ്ധിമുട്ടുള്ളവര്, ഇവരൊക്കെയാണ് അന്നത്തെ അധ്യാപകർ. നിയമനത്തിന് വലിയ തുകയൊന്നും വാങ്ങാറില്ലായിരുന്നു. സ്കൂൾ അങ്ങനെ കച്ചവടത്തിനുള്ളതാണെന്ന് സൊസൈറ്റിക്കാരൊട്ട് നിരീക്ഷിച്ചിട്ടുമില്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ പേര് ഗവൺമെന്റ് ജനതാ ഹൈസ്കൂൾ എന്ന് മാറ്റിയത്. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച സ്കൂളും ഓഫീസുമായി എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ചന്ദ്രേട്ടാന്നെല്ലാരും വിളിച്ചിരുന്ന രാമചന്ദ്രനായിരുന്നു ഓഫീസിന്റെ നട്ടെല്ല്. ഞാൻ ഓഫീസ് ക്ലാർക്കായിരുന്നു. അപ്പോൾ ഓഫീസ് കാര്യമാണ് പറയാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഓഫീസിനെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ല അഭിപ്രായങ്ങൾ പല ഓഡിറ്റ് റിപ്പോർട്ടുകളിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല അഭിപ്രായമാണ്. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലല്ല, പലതിലും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അന്ന് ഈ ഓഡിറ്റിന് വരുമ്പോൾ കുട്ടികളുടെ ഫീസിൻ്റെയും മറ്റും ഒരു DCV സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി വെക്കണം എന്ന് ഓർഡർ ഇഷ്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നടന്ന ആദ്യത്തെ ഓഡിറ്റിൽ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുവരെ ഓഡിറ്റ് നടന്ന സ്കൂളുകളിൽ പോയിട്ട് ഈ സ്കൂൾ മാത്രമേ ആ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട മാതിരി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളൂ എന്നുള്ളത് വളരെ നല്ല സന്തോഷമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പിന്നെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ഓഡിറ്റിലെല്ലാം പറയുന്ന കാര്യങ്ങൾ അത് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പാലിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ് എന്നൊരു ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഓഫീസിലെ എല്ലാ റെക്കോർഡും ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ്, ഒരു സ്കൂളിലും കാണാത്തൊരു കാര്യമാണത്. ഇവിടെ ഒരേ ആളുടെ, അത് ഇവിടുത്തെ ക്ലാർക്ക് രാമേന്ദ്രൻ ഹാൻഡ് റൈറ്റിംഗേ ഈ സ്കൂളിലെ എല്ലാ റെക്കോർഡും കാണാറുള്ളൂ. അതുകൊണ്ട് എല്ലാം വളരെ നീറ്റായി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ അങ്ങനെ ഒരു പ്രഖ്യാപനമുണ്ട്. ഇങ്ങനെ പലപ്പോഴായിട്ട് എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിലും സ്കൂൾ ഓഫീസിനെ സംബന്ധിച്ച് നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപകരിൽ നിന്ന് 100 രൂപ വാങ്ങി സൊസൈറ്റി അംഗങ്ങളാക്കി. അധ്യാപകരുടെ എണ്ണം കൂടിയപ്പോൾ സൊസൈറ്റിക്കാർക്ക് പേടിയായി, സ്കൂളെങ്ങാനും അവർ കൈയടക്കുമെന്ന്. അതോടെ ഓഹരി വിക്കൽ നിർത്തി. പിന്നെ ജോലിക്ക് ചേർന്നവരോട് പറഞ്ഞത് തന്നാലാകുന്നത് എന്തെങ്കിലും തരൂന്നാണ്. അങ്ങനെ കണ്ടം വെച്ച കോട്ടും കൊടുങ്കാറ്റും കഴിഞ്ഞ് ഞാൻ 25 ആ ഭീകരൻ പിന്നെയും വന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൊടുങ്കാറ്റ്. 1982 ജൂൺ മാസം 16-ാം തീയതി രാത്രി 9:16 കൈപ്പുറം, നടുവട്ടം എന്നീ ഏരിയകളെ ചുറ്റിപ്പെട്ടുകൊണ്ട് ഒരു ചുഴലിക്കൊടുങ്കാറ്റ് അഞ്ഞടിക്കുകയുണ്ടായി. ജനതാ ഹൈസ്കൂളിന്റെ 12 ക്ലാസ് റൂമുകൾ അടങ്ങുന്ന ഒരു എൽ ടൈപ്പ് ബിൽഡിംഗ് നിലംപൊത്തി. തുടർന്ന് നടുവട്ടം ഏരിയയിലുള്ള റോഡ് സൈഡിലുള്ള മരങ്ങളെല്ലാം കടപുഴങ്ങി, ടെലിഫോൺ കാലുകൾ തകർന്നു, ഇലക്ട്രിസിറ്റി ആകെ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ടു, ഗതാഗതം താറുമാറായി തടസ്സപ്പെട്ടു. ഈ രാജ്യം ആകെ ദുരന്തത്തിലായിരുന്നു. കഴിഞ്ഞ തവണ എന്നെ നിലംപരിശാക്കിയെങ്കിൽ ഇത്തവണ എന്റെ 11 ക്ലാസ് മുറികളെ തകർത്തെറിഞ്ഞിട്ടാണ് വീശിപ്പോയത്. ക്ലാസ്സൊക്കെ പൊളിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? പഠിപ്പിക്കൽ പരുങ്ങലിലായി. ഒടുവിൽ മാനേജ്മെന്റ് പാലക്കാട് DEOയ്ക്ക് കത്തെഴുതി. കെട്ടിടം തകർന്നതുകൊണ്ട് ഷിഫ്റ്റ് അനുവദിക്കണം എന്നപേക്ഷിച്ചു. അന്നൊക്കെ സർക്കാർ സ്കൂളിൽ മാത്രമേ ഷിഫ്റ്റ് അനുവദിച്ചിരുന്നുള്ളൂ. എന്റെ ഭാഗ്യം, ഷിഫ്റ്റിന് അനുമതി കിട്ടി. പക്ഷേ കുട്ടികളുടെ കാര്യം കഷ്ടായി. കുട്ടികളെ പഠിപ്പിക്കാൻ സൗകര്യമില്ലാത്തൊരു, ഇരിക്കാൻ ക്ലാസ് റൂമില്ലാത്തൊരു സൗകര്യം ഉണ്ടാകുന്നു. 70-80 കുട്ടികളൊക്കെയാണ് ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. 70-80 കുട്ടികളൊക്കെയാണ് ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഹൈസ്കൂള് രാവിലെ 12:30 വരെ, പിന്നെ ഉച്ചയ്ക്ക് UP സ്കൂള്, അത് 1 മണി തൊട്ടിട്ട് 4 മണി വരെ. ആകെപ്പാടൊരു ബഹളായിരുന്നു അക്കാലത്ത്. ലൈബ്രറിയിൽ നിന്ന് പുസ്തകം കിട്ടാൻ വരെ പാടായിരുന്നു. 1 വർഷത്തേക്ക് സമയം കിട്ടിയിട്ടും ക്ലാസ് നേരെയാക്കാൻ എത്ര കൂട്ടിയിട്ടും മാനേജ്മെന്റിനായില്ല. മാനേജ്മെന്റ് വീണ്ടും കത്തെഴുതി. കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടപ്പോൾ അന്നത്തെ DEO ഷിഫ്റ്റ് 1 വർഷം കൂടി നീട്ടിത്തന്നു. ചെർപ്പളശ്ശേരിക്കാരനായ കുറുമാപ്പള്ളി കേശവൻ നമ്പൂതിരി ആയിരുന്നു DEO. ഒടുവിൽ നാട്ടിൽ ഹൈസ്കൂൾ നിലനിൽക്കാൻ വേണ്ടി എന്നെ സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു. ചുഴലിക്കാറ്റിൻ്റെ ഫലമായിട്ട് തകർന്ന കെട്ടിടം പുതുക്കിപ്പണിയുന്നതിന് അന്നത്തെ മാനേജ്മെൻറ്റിന് കഴിയാതെ പോയത് കാരണം അധ്യാപകരെ നിയമിക്കുന്നതിനും മറ്റും മാനേജ്മെൻറ്റ് പൈസ വാങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് പൈസ ഉണ്ടായിരുന്ന മാനേജ്മെൻറ്റിൻ്റെ പക്കൽ വലിയൊരു സംഖ്യ മുടക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ബിൽഡിങ്ങിൻ്റെ പണി നടക്കൂ, ഫർണിച്ചർ ഉണ്ടാകൂ, ക്ലാസ്സുകൾ തുടർന്ന് നടത്താൻ കഴിയും. ഇത് സാധിക്കാത്തത് കൊണ്ട് സ്കൂൾ നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയാണ് സ്കൂള് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് അന്നത്തെ മാനേജ്മെന്റ് തയ്യാറായത്. സർക്കാരിന് പെട്ടെന്ന് ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ട് സ്കൂളിന്റെ ചുമതല പാലക്കാട് കളക്ടർക്ക് കൊടുത്തു. അങ്ങനെ ജില്ല ഭരിക്കുന്ന കളക്ടർ എന്നെയും ഭരിക്കാനെത്തി. തമിഴ്നാട്ടുകാരനായ രാമചന്ദ്രനായിരുന്നു അന്നത്തെ കളക്ടർ. സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മുഴുവൻ അധികാരിയായി മാറി അദ്ദേഹം. നിയമനങ്ങളൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, കണക്കെടുപ്പുകൾ കൃത്യമായി നടക്കുകയും ചെയ്തു. ഉള്ളത് പറഞ്ഞ ഞാൻ ത്രിശങ്കു സ്വർഗത്തിലായിന്നേ. ഇല്ലത്തെ സൊസൈറ്റി തൊട്ട് പോരുകയും ചെയ്തു, സർക്കാർ അമ്മാത്തോട്ട് എത്തിയുമില്ല. അന്ന് എന്റെ പഠിക്കൽ ഇംഗ്ലീഷിലാണ് പേരെഴുതി വച്ചിരുന്നത്.
അതിലെ ജെ എന്ന അക്ഷരം പോയി. എന്താ കഥ! അതായത് ജനതാ ഹൈസ്കൂളിൽ നിന്ന് ഗേറ്റ് വെച്ചിട്ട് ആരോ അതിന് ജെ എടുത്ത് കളഞ്ഞു. ജെ എടുത്തു കഴിഞ്ഞപ്പോൾ അത് ANA ആയി, അനാഥ ഹൈസ്കൂളായി. സർക്കാർ ഏറ്റെടുക്കുന്നതിന്റെ ആദ്യപടി നിയമനങ്ങൾക്ക് PSC അംഗീകാരം കിട്ടുകയെന്നായിരുന്നു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നടുവട്ടത്തെ പോസ്റ്റ്മാൻ ശ്രാമ്പിക്കൽ ഉണ്ണികൃഷ്ണൻ PSCയുടെ ആ കത്ത് കൊണ്ടു തന്നു. ആ ദിവസം 85 ഓഗസ്റ്റ് 27. അന്നത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാട്ടോ. മാധവൻ നമ്പൂതിരി മാഷ് മാറങ്കരയിലേക്ക് സ്ഥലം മാറിപ്പോയി. ഇന്ദിരാദേവി ടീച്ചറാണ് പിന്നെ HM ആയത്. 1989 ടീച്ചർ പിരിഞ്ഞപ്പോൾ പുതിയ ഹെഡ്മാസ്റ്റർ KN നാരായണപിള്ള സർക്കാർ കടലാസുമായി ജോലിയിൽ കയറാൻ വന്നു. ഇത് സർക്കാർ സ്കൂളായി എന്നുറപ്പിക്കാൻ ടീച്ചർമാര് സ്ഥലം മാറ്റത്തിന് അപേക്ഷ കൊടുത്തു. കൊപ്പത്തേക്ക് അവർക്ക് മാറ്റം കിട്ടിയപ്പോ ഞാനും ഉറപ്പിച്ചു, ജനത നടുവട്ടത്തിന്റെ പൊതുസ്വത്തായിന്ന്. പൊതുസ്വത്ത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയവും ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യ കൊല്ലം KSF എന്നൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നു. നമ്മുടെ കായംകുളം മുഹമ്മദ് ആയിരുന്നു അതിന്റെ നേതാവ്. പതുക്കെ ഇവിടെ രാഷ്ട്രീയത്തിന്റെ കുട്ടിക്കളരിയായി മാറി. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലായിരുന്നു വലിയ തലവേദന. അന്നൊക്കെ കടുത്ത രാഷ്ട്രീയ മത്സരങ്ങളാ നടന്നതേ. ചില ക്ലാസ്സുകളിലൊക്കെ അത് ആണും പെണ്ണും തമ്മിലായിരുന്നു. വിജയികളെ കാത്ത നേതാക്കളെ പഠിക്കാൻ നിൽക്കുന്നുണ്ടാവും. അക്കാലത്ത് സമരങ്ങളും ധാരാളം. കാലത്ത് മണിയടിക്കാൻ സമ്മതിക്കാതെ ചെക്കന്മാർ അതിൽ പിടിച്ചു തൂങ്ങി മുദ്രാവാക്യം വിളിക്കും. ചെറിയ കുട്ടികള് ചേട്ടന്മാരെ പകപ്പോടെ നോക്കുന്നതും കാണാം. ഇന്നിവിടെ രാഷ്ട്രീയവും ഇല്ല, സമരവും ഇല്ല. എന്നുവെച്ച് തെരഞ്ഞെടുപ്പിന് ചൂടൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ. ഇക്കൊല്ലം സാക്ഷാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന പോലെയാണ് വോട്ടിംഗ് നടത്തിയത്. വോട്ടർ പട്ടികയും പോളിംഗ് സാമഗ്രികളും ഉദ്യോഗസ്ഥരും മഷി പുരട്ടലും സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും എല്ലാം കൊണ്ടും ശരിയായ ഇലക്ഷൻ നടത്തുന്നത് എങ്ങനെയെന്ന് കുട്ടികൾ ശരിക്കും പഠിച്ചു. ഓ, ഇപ്പം മാധ്യമങ്ങളുടെ കാലല്ലേ. ഹൈസ്കൂളിലെ ജനതാ റേഡിയോ തത്സമയ തെരഞ്ഞെടുപ്പ് സംപ്രേഷണം നടത്തിയിരുന്നു. 1997 അക്കൊല്ലം കോളേജിൽ നിന്ന് പോകുന്ന പ്രീ ഡിഗ്രി +2 ആയി എൻ്റെ പടി കടന്നു വന്നു. 64 വരെ പല സ്കൂളിലും 11ാം ക്ലാസ് ഉണ്ടായിരുന്നു. +2 വന്നതോടെ 2ാം തവണ എൻ്റെ പേര് മാറി. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ഒറ്റൊരു ഹയർ സെക്കൻഡറിയായി ഞാൻ മാറി. ജൂലൈ 20-ാം തീയതി 11ാം ക്ലാസ് തുടങ്ങി. അന്നത്തെ സാംസ്കാരിക ഗ്രാമവികസന മന്ത്രി TK രാമകൃഷ്ണ ഉദ്ഘാടനം ചെയ്തതേ. അക്കൊല്ലം 2 ബാച്ചാ തുടങ്ങിയത്. ഹ്യൂമാനിറ്റീസും കോമേഴ്സും. 28ഉം 32ഉം ആകെ 60 കുട്ടികളുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ 8ാം ക്ലാസ്സുകാരെ പോലെ പല പ്രായക്കാരായിരുന്നു 11ാം ക്ലാസ്സുകാര്. പഠിപ്പിക്കാനോ 4 ടീച്ചർമാര്. അതോടെ എനിക്ക് ശനിയാഴ്ചയും നല്ല സന്തോഷായി. ഞായറാഴ്ച മൈതാനത്ത് കളിക്കാൻ ചിലപ്പോൾ വലിയോരും വരും. ഓണം കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ 4 ആളിൽ 3 പേർ സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. ഒരു ടീച്ചറും 60 കുട്ടികളും. ഞാൻ മാത്രമാണ് അന്ന് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാതെ ട്രാൻസ്ഫർ വാങ്ങാതെ ഇവിടെ നിന്നിരുന്ന ടീച്ചർ. അപ്പോൾ ഈ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് 2 ബാച്ചിൽ 6 വിഷയങ്ങൾ, അതായത് 4 ഓപ്ഷണൽ, സെക്കൻഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ഇത്രയും പീരീഡുകൾ മാനേജ് ചെയ്യാൻ അധ്യാപകരില്ലാതെ 1.5 മാസം വളരെയധികം കഷ്ടപ്പെട്ടു പറഞ്ഞാൽ കുട്ടികളുടെ കാര്യമായതുകൊണ്ട് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല. എങ്കിലും ഫസ്റ്റ് പീരീഡ് ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുക, അവിടെ കാര്യങ്ങൾ എന്തെങ്കിലും വർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കോമേഴ്സ് ക്ലാസ്സിൽ കയറി അവിടെ അറ്റൻഡൻസ് എടുത്ത് അവിടെ കുറച്ച് നേരം കുട്ടികളോട് സബ്ജക്റ്റ് അല്ലാതെ കുട്ടികളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുള്ള കാര്യങ്ങൾ കുറേ പറഞ്ഞു കൊടുക്കും. അച്ചടക്കമായിട്ട് സ്കൂളിലും വീട്ടിലും പെരുമാറേണ്ട രീതികളെക്കുറിച്ച് പറയുക. അങ്ങനെ പല വിഷയങ്ങളും സംസാരിച്ച് കുറച്ച് നേരം അവരെ എൻഗേജ് ചെയ്യും. വീണ്ടും +1 ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ വന്ന് എൻ്റെ സബ്ജക്റ്റ് പഠിപ്പിക്കും. അങ്ങനെയായിരുന്നു ആ 1.5 മാസം കഴിച്ചു കൂട്ടിയത്. എങ്കിലും സഹവാസ ക്യാമ്പും കൗൺസിലിങ്ങും ഒക്കെ നടത്തിയിരുന്നു. +2വിന്റെ കന്നി റിസൾട്ട് 38% 21 കൊല്ലം നീണ്ട ഷിഫ്റ്റ് ഒഴിവാക്കിയത് 2002-ലാണ്. ഭുവന ടീച്ചറുടെയും PTA-യുടെയും ഇച്ഛാശക്തി ഒന്നു മാത്രമാണ് അതിന് കാരണം.
ഭാഗ്യക്കുറി നറുക്കെടുപ്പിലൂടെ പണം പിരിച്ച് PTA ഹാൾ ഉണ്ടാക്കി. അതോടെ എല്ലാവരുടെയും സമയം 10 തൊട്ട് 4 വരെയായി. നന്മ എന്ന വാക്കുകൊണ്ട് നടുവട്ടം ജനതയുടെ ചരിത്രത്തിലേക്കാണ് ഭുവന ടീച്ചർ കയറിയിരുന്നത്. ഷിഫ്റ്റൊക്കെ മാറ്റിയപ്പോൾ സർക്കാർ എനിക്ക് 2 സയൻസ് ബാച്ച് തന്നു. +2 കുട്ടികളുടെ എണ്ണം ഇരട്ടിയായി. ആദ്യത്തെ കൊല്ലം 72 വിജയശതമാനം, പിന്നത്തെ കൊല്ലം 83. പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ 2ാം സ്ഥാനം കിട്ടി. പരീക്ഷ ജയിച്ചതിലേ. കലാമത്സരങ്ങളിലും ആദ്യം മുതലേ എന്റെ പേര് മുഴങ്ങിക്കെട്ടു. ചിത്രരചന, കോൽക്കളി, നാടകം, ഡാൻസ്, അങ്ങനെ കലാവാസനയുള്ളവരായിട്ടാണ് അവർ വളർന്നത്. 4 കൊല്ലായിട്ട് ഉപജില്ലാ കപ്പ് എന്റെ കുട്ടികൾക്കാ കിട്ടിയതേ. സർക്കാർ എനിക്ക് 2 ബാച്ചും കൂടി തന്നു, കമ്പ്യൂട്ടർ സയൻസും ജേർണലിസവും. നമ്മുടെ ജില്ലയിലാകെ 5 സ്കൂളിലെ ജേർണലിസം പഠിപ്പിക്കുന്നുള്ളൂ. ഇവിടെ പത്രമൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ കുട്ടികൾ പത്രം ഉണ്ടാക്കണത് ഞാൻ ആദ്യം കാണുക. സ്റ്റുഡന്റ് ജേർണൽ എന്നായിരുന്നു അതിന്റെ പേര്. അതെനിക്ക് നല്ല ഇഷ്ടായി. അതിന്റെ അടുത്ത കൊല്ലം അവർ പേര് മാറ്റി. എന്റെ പേര് തന്നെ ഇട്ടു, ജനതാ ജേർണൽ. ഒന്നല്ല, ഇന്ന് 2 റേഡിയോ നിലയങ്ങളാണ് ഇവിടെ. ഹൈസ്കൂളിൽ ജനതാ റേഡിയോ, ജനതാവാണി ഹയർ സെക്കൻഡറിയിലും. 2008 ഏപ്രിലിൽ എൻ്റെ രാജൻ മാഷ് പോയി. തൻ്റെ സ്വപ്നങ്ങൾ വിദ്യാർത്ഥികളിലൂടെ യാഥാർത്ഥ്യമാക്കാനാണ് മാഷ് നോക്കിയത്. കരിങ്ങനാട് മാഷ് കവിയായിരുന്നു. ക്യാംപ്ലസ് എന്ന സംഘടനയൊക്കെ ഉണ്ടാക്കി. ഇവിടെ ഒരു കോളേജ് അന്തരീക്ഷം ഉണ്ടാക്കാനാണ് രാജൻ മാഷ് ശ്രമിച്ചത്. NSSന്റെ പ്രോഗ്രാം ഓഫീസറായി തിളങ്ങാനും മാഷിനു പറ്റി. ഷാരടി മാഷയ്ക്ക് ശേഷം സംസ്ഥാന അവാർഡ് കിട്ടിയത് പ്രദീപ് മാഷക്കാ. കുട്ടികളുടെ മനസ്സറിയാൻ കഴിയുന്നതാണ് മാഷിന്റെ വിജയരഹസ്യം. ആ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് എനിക്കിപ്പോ ഒരു ബാൻഡ് ടീമിനെ കൂടി തന്നിട്ടാ മാഷ് ഈ പഠിപ്പുര കടന്നു പോയത്. വണ്ടിയും വള്ളവും ഇല്ലാത്ത കാലമൊക്കെ പോയി. ഇന്ന് കുട്ടികള് PT ഏർപ്പാടാക്കിയ വണ്ടിയിലാ വരണത്. ചില ചെക്കന്മാര് ബൈക്കിലും വരണുണ്ടത്രേ. എന്താ ഒരു കഥ! അതെനിക്ക് നല്ല പേടിയുണ്ട്. 2 ലൈബ്രറിയും ലാബുകളും ഒക്കെ സർക്കാരിന് കിട്ടി. തുടങ്ങി കുറച്ചായപ്പോ ഇവിടെ നീലപ്പാവാടയും ക്രീം ജമ്പറും യൂണിഫോമാക്കി. ആഴ്ചയിൽ 1 ദിവസം മതിയെന്നാ പറഞ്ഞ്. വർദ്ധിയുടെ കാലത്ത് അതൊക്കെ വലിയ ചെലവാർന്നു. കുട്ടികളുടെ കാരണന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടായോണ്ടാ പിന്നത് മാറ്റിയത്. 1994 ശേഷമാണ് സർക്കാരിന്റെ കടലാസ് വന്നോണ്ട് പിന്നെ കുട്ടികളോട് യൂണിഫോം ഇടാൻ പറഞ്ഞത്. അന്ന് നീലയും വെള്ളയായിരുന്നു. ഇപ്പോ കോട്ടും ഫോട്ടോവും വെച്ച കാർഡൊക്കെ ഉണ്ടെന്നേ. തോമാച്ച മണിയടിച്ചല്ലോ. അത് കറണ്ടിലടിക്കണ എന്താ ഇലക്ട്രിക് മണി. അതിനു മുമ്പ് കുട്ടികൾ എനിക്കൊരു ഓട്ടുമണി വാങ്ങി തന്നു. അതുണ്ടാക്കിയതും ഇവിടെ പഠിച്ച വിളത്തൂരെ കുമാരനാണെന്നേ. അതിനു മുമ്പ് ഒരു വളയമണി ഉണ്ടായിരുന്നു. കുഞ്ഞുണ്ണി അടിക്കാൻ തുടങ്ങിയ കാലത്ത് റെയിലിന്റെ കഷ്ണല്ലേ, അതന്നെ. മാഷന്മാരും ടീച്ചർമാരും കുട്ടികളൊക്കെ കൂടിയാണ് എനിക്ക് മൈക്ക് വാങ്ങി തന്നത്. അത് 77 ഓർമ്മ. അന്ന് 1700 ഉറുപ്പിയായിന്നേ. ഈ നാട്ടിലെ വേറെ സ്കൂളിലൊന്നും അന്ന് മൈക്കില്ലായിരുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ വന്നു. ലംബോദരം മാഷും രസാഖ് മാഷുമായിരുന്നു അതിന്റെ മാഷന്മാര്. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇവിടെ. സോഷ്യൽ സർവീസ് ലീഗും അതിന്റെ ക്യാമ്പൊക്കെ പോയി. ഇപ്പോ NSSും അതിന്റെ ക്യാമ്പും ഉണ്ട്. പിന്നെ ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട്, ഹരിതസേന, സീഡ്, നല്ല പാഠം, കരിയർ ഗൈഡൻസ്, സൗഹൃദ ക്ലബ്ബ്, അങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ട് ഇവിടെ. ഭിന്നശേഷിയുള്ള കുട്ടികളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ പ്രസന്ന ടീച്ചറും ഉണ്ട്. ഈ 60-ാം വയസ്സിൽ എനിക്ക് SPC യൂണിറ്റും കിട്ടി. പണ്ട് മൂത്രപ്പേരയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. കുട്ടികളുടെ എണ്ണത്തിനൊപ്പിച്ചില്ലെങ്കിലും ആവശ്യം നിറവേറ്റാനുള്ളതൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട്. പഠിപ്പിക്കുന്ന മാഷന്മാരെ കൂടാതെ ഇവിടെ വേറൊരു മാഷുണ്ടായിരുന്നു,
ചായമാഷ്. കൃഷ്ണൻകുട്ടി എന്നാ ചായമാഷിന്റെ ശരിക്കും പേര്. അധ്യാപകർക്ക് വേണ്ടി ഉണ്ണികൃഷ്ണ വാര്യരുടെ ചായക്കടയിൽ നിന്ന് ചായ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത് കൃഷ്ണൻകുട്ടിയായിരുന്നു. വാര്യരുടെ കടയിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ചായ തണുത്തു പോകും. അങ്ങനെ KG മാഷും KG മാഷുമാണ് ഇവിടെ തന്നെ ഒരു ചായപ്പ് കെട്ടിയത്. ചായ തിളപ്പിക്കാനുള്ള പാത്രങ്ങളൊക്കെ ടീച്ചർമാരെ പണം പിരിച്ചു വാങ്ങിച്ചു. ചായമാഷും ചായപ്പും ഒക്കെ പോയി. ഇപ്പൊ ക്യാൻറ്റീനായി. മാഷന്മാർക്കും കുട്ടികൾക്കും നല്ല ചൂട് ചായ കുടിക്കാം, കൂടെ കടിയും. കുട്ടികൾക്ക് ഉച്ചയൂണ് കൊടുക്കുന്നുണ്ട്. ഖദീജയാ വെക്കണം. കുട്ടികൾ വിളിക്കണതേ കഞ്ഞിത്താത്താന്നാണ്. ചിലപ്പോ കുട്ടികൾ വന്ന് താത്തയെ സഹായിക്കുകയും ചെയ്യും. ഇതാ ഈ സ്റ്റേജും ഗ്രൗണ്ടും ഒക്കെ എന്റെ കുട്ടികളുണ്ടാക്കി തന്നതാ. അവര് കാശ് പിരിച്ചെടുത്ത് തറപടുത്തു. പിന്നെ പരിപാടിക്ക് അതിന്റെ മേലെ പന്തല് കെട്ടുകയായിരുന്നു. അധ്യാപകരും മാനേജ്മെന്റും കൂടി ചുമര് പണിത് സ്റ്റേജ് ഉണ്ടാക്കി. പിന്നെ അത് ക്ലാസ്സായും സ്റ്റേജായും ഉപയോഗിക്കാൻ തുടങ്ങി. എന്റെ കുട്ടി PP ഉണ്ണികൃഷ്ണന്റെ സ്മാരകമാണ് ഇത്. പഠിപ്പൊക്കെ കഴിഞ്ഞ് BSFന് ചേർന്ന ഉണ്ണി കുഴിബോംബ് പൊട്ടിയാ മരിച്ചത്. ഉണ്ണിയുടെ ആത്മാവിന് ശാന്തി ഉണ്ടാവട്ടെ. ജനത എന്ന് പറഞ്ഞ ക്ലാസ് മുറിയും കെട്ടിടവും മാഷന്മാരും കുട്ടികളും മാത്രമല്ല, ആനപ്പാറയും ചീനിമരവും തത്തമ്മക്കൂടും ഇതൊക്കെ എൻ്റെ ശരീരഭാഗങ്ങൾ തന്നെയാണേ. ഇതാണ് ആനപ്പാറ. ഞാൻ ഇവിടെ വരും മുമ്പേ എനിക്ക് വേണ്ടി കാത്തു നിന്നവൻ. അയാൾ കാരണം പണ്ട് എനിക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു, ആനക്കല്ല് സ്കൂൾ. എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഒരു ക്ലാസ് മുറിക്ക് വരെ വിളിപ്പേരുണ്ടായിരുന്നു. അപ്പ പിന്നെ എന്നെ അങ്ങനെ വിളിച്ചതിൽ എന്താ അതിശയം? ഒയ്യോ, എൻ്റെ കഥ പറഞ്ഞോണ്ടിരുന്നാൽ ഇവന്റെ കഥ ആര് പറയും? ഇവരും കൂടെ ഒന്ന് കേക്കട്ടെ. വിശ്വാ, വടക്കേ മുത്തുശ്ശേർക്കാവിലെ താലപ്പൊലിയുടെ കഥ അങ്ങോട്ട് പറഞ്ഞോളൂ. അമ്പലത്തില് എല്ലാ വർഷവും താലപ്പൊലി മഹോത്സവം നടക്കും. ഒരു തവണ അന്ന് ഇവിടെ ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവാണ്. സാമൂതിരി രാജാവ് ഈ പൂരം കാണാൻ വന്നു. പൂരം കാണാൻ വന്നപ്പോൾ പൂരം മേളം മറ്റെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. സാമൂതിരി എല്ലായിടത്തും ഇങ്ങനെ നടന്ന് ദർശിച്ചു. അപ്പോഴാണ് വലിയ ഒരു കുറവ് പൂരത്തിന് കണ്ടത്. എന്താണ് ആ കുറവ്? പൂരത്തിന് ആനയില്ല. ആനയില്ലാതെ എന്ത് പൂരം? കേരളത്തിൽ അങ്ങനെ പൂരം കണ്ടിട്ടുണ്ട്? ഇല്ല. ഇത് സാമൂതിരി തൻ്റെ മന്ത്രിമാരൊക്കെ കൂടുണ്ട്, അവരോട് പറഞ്ഞു, എന്താ ഈ പൂരത്തിനൊന്നും ആനയില്ലാത്തത്? ഇത് പറഞ്ഞ ഉടനെ സാമൂതിരിയുടെ ഈ ഉഗ്രശാസനം കൊണ്ട് നിമിഷ നേരം കൊണ്ട് ആനയെ ഇവിടെ എത്തിച്ചു. ആന താലപ്പൊലി പറമ്പിലെത്തി ഭഗവതിയെ ബിംബം അതിലേക്ക് കയറ്റേണ്ട സമയമായി. പക്ഷേ ഭഗവതി ഇത് കോപിച്ചപ്പോഴേക്കും ഉഗ്രരൂപിണിയായിട്ട് ആനയുടെ മുന്നിൽ വന്നിട്ട് അട്ടഹസിച്ചപ്പോൾ ആന പേടിച്ചോടി. ഇത് ആനപ്പുറത്ത് കയറാനുള്ള പേടികൊണ്ടാണെന്നും പറയുന്നുണ്ട്. ഇവിടുത്തെ ആചാരങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ടാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ആന അവിടുന്ന് പേടിച്ച് ഓടി 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 എത്തിയത് ഇവിടെയാണ്. ഭഗവതി ഭൂതരൂപത്തിൽ പുറകെയുണ്ട്. ഈ ഭാഗത്തെത്തിയപ്പോൾ ഭഗവതി ശപിച്ചു, കല്ലായി പോട്ടെ എന്ന്. അങ്ങനെ കല്ല് ആയി പോയതാണ് ഈ പാറ എന്നാണ് ഇതിൻ്റെ പഴയ ചരിത്രം. ഈ ചീനിച്ചോട്ടില് കാറ്റുകൊണ്ടിരിക്കാൻ എന്ത് രസാ അല്ലേ? ഹായ്, ഇവിടെ തന്നെയാ അസംബ്ലി നടക്കണത്. എന്റെ കുട്ടികൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ ഇരട്ടകൾ പച്ചക്കുട നിർത്തി വെച്ചിരിക്കുക. ഇവരെ പറ്റി നമ്മുടെ രാമമാഷ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. 10 കഴിഞ്ഞിട്ടും TC കിടച്ചിട്ടും. അതാ രാമമാഷ് ചൊല്ലുണ്ടല്ലോ അത്. പാഠാലയം വിട്ടുപോകാൻ മടിച്ച രണ്ടോ മനച്ചങ്ങാതിമാർ 10 കഴിഞ്ഞിട്ടും TC കിടച്ചിട്ടും തമ്മിൽ പിരിഞ്ഞിടാത്തോ. എന്തു ചെയ്യണം ഇനി എന്നു ചിന്തിച്ച് നൊന്തു കരഞ്ഞ നേരം
കണ്ണുനീരെല്ലാം തളിരിലയായി ഊന്നി നിന്ന കാൽ വേരുകളാ തങ്ങൾ തൻ കെട്ടടങ്ങാത്ത ചങ്ങാത്തമോ മണ്ണിതിൽ പൂന്തണലായി വിദ്യാലയത്തിനോടൊപ്പം ഈ മുറ്റത്ത് പന്തലിക്കാനുറച്ചോ കേട്ട പാഠങ്ങൾ കുസൃതികൾ തേങ്ങലും ഓർത്ത് രസിച്ചിടുന്നു കാത്തു നിൽക്കുന്നു ദശാബ്ദങ്ങളായി കളിച്ചാർക്കുന്ന ബാല്യമേ നിന്നെ വിദ്യാലയത്തിനോടൊപ്പം ഈ മുറ്റത്ത് പന്തലിക്കാനുറച്ചോ കേട്ട പാഠങ്ങൾ കുസൃതികൾ തേങ്ങലും ഓർത്ത് രസിച്ചിടുന്നു കാത്തു നിൽക്കുന്നു ദശാബ്ദങ്ങളായി കളിച്ചാർക്കുന്ന ബാല്യമേ നിന്നെ ഞങ്ങൾക്ക് തന്നു തണൽ ദലമർമര സംഗീതവും നല്ല കാറ്റും ജീവൻ വെടിഞ്ഞു പോകും വരെ ഞങ്ങൾക്ക് പൂവിടാൻ ശുദ്ധവായു തമ്മിൽ പിരിയാതെ ഒന്നിച്ചു നീങ്ങുവാനുള്ള സന്ദേശവും നോക്കൂ രണ്ടിളം പൈതങ്ങൾ അത്ഭുത സൗഹൃദ ദേവകളായി വളർന്നിപ്പോൾ നമ്മുടെ മുറ്റത്ത് അനുഗ്രഹം തൂകിയേ നിൽക്കുന്നു നാം നമിക്കുന്നു ഞങ്ങൾക്ക് തന്നു തണൽ. ഈ മൈതാനം പണിഞ്ഞത് 1963 തെക്കും കിഴക്കും ഭാഗത്ത് ഉയരത്തിൽ പടവെടുത്ത് കല്ലും മണ്ണും നിറച്ച ശരിയാക്കിയത്. അന്നത്തെ PT പിരീഡുകളിൽ കുട്ടികളുടെ പണി മൈതാനം നേരെയാക്കലായിരുന്നു. ഇവിടെ ഏറ്റവും ആദ്യം എണീക്കുകയും അവസാനം ഉറങ്ങുകയും ചെയ്യണത് എൻ്റെ കളിത്തട്ട. ഇപ്പോൾ PTയെ സമ്മതിച്ചോണ്ട് ചുറ്റുവട്ടത്തെ ക്ലബ്ബുകാരും കളിക്കാൻ വരും. മാഷന്മാരും ടീച്ചർമാരും സർവകലാശാല എന്ന് വിളിച്ച നെയ്ത്തുശാല കുട്ടികളുടെ തത്തമ്മക്കൂടായി. ആരാ അങ്ങനെ വിളിച്ചതെന്നൊന്നും അറിയില്ല. അതെന്നും എൻ്റെ സ്വന്തം തത്തമ്മക്കൂടാണ്. വിദ്യാർത്ഥി ജീവിതം സ്വർഗമാം സുഖം പാഴാക്കരുതേ സോദര ഈ വിദ്യാർത്ഥി ജീവിതം തീർക്കുകിൽ നാം നരക നിവാസമായി തോന്നിടും സോദരരൊത്ത് കളിച്ച് പഠിക്കാം സ്നേഹിതന്മാരോടൊത്ത് കളിക്കാം ഇനി ഇത്ര നല്ല ജീവിതം വേറേത് സോദര സുഖം പാഴാക്കരുതേ സോദര. എന്റെ ഖദീജയുടെ പാട്ടാണത്. പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത കാലത്ത് തട്ടമിട്ട് എന്റെ പടി കടന്നു വന്ന ആദ്യത്തെ കുട്ടിയാ എന്റെ ഖദീജേ. അവളെന്നും എന്റെ വിപ്ലവ നായികയാണ്. ഒരുപാട് ഖദീജമാര് ഇവിടെ പാടിക്കൊണ്ടേയിരിക്കുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പഠിച്ച് ഈ പടി ഇറങ്ങിപ്പോയ കുട്ടികൾ ആരും എന്നെ മറക്കില്ല, ഞാൻ അവരെയും മറക്കില്ല. പറഞ്ഞാൽ തീരാത്ത അത്രയും ഓർമ്മകൾ അവരെക്കുറിച്ച് എനിക്കുണ്ട്. എൻ്റെ എല്ലാ മക്കളും എനിക്ക് ഒരുപോലെയാ, ഒരു വ്യത്യാസവും. എൻ്റെയും എൻ്റെ കുട്ടികളുടെയും വളർച്ചയിൽ ഞാൻ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. എന്റെ കഥ ഇഷ്ടായോ? എന്തായാലും ഞാനിവിടെ തൽക്കാലം നിർത്തട്ടെ. എന്നാ ശരി.